2-3 മാസമായിട്ട് എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. എൻ്റെ ഡെയിലി റുട്ടീൻ്റെ ഒരു ഭാഗമായിക്കൊണ്ടിരിക്കുകയാണിത്. എൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ഞാനിത്. രാവിലെ തന്നെ മുടിഞ്ഞ തണുപ്പാണ്. ഒന്നാമത് ബസ്സിൽ പോകുമ്പോൾ കൂടെ തണുത്തിട്ട് വിറക്കുന്നു. അങ്ങനെ ഞാൻ ബസ് കയറിയിരുന്നു. രാവിലെ എപ്പോഴും കാണുന്ന കാഴ്ചയാണ് ബസ് കയറിയിരുന്നാൽ ഈ പൂമാല കൊണ്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ ചമ്മിക്കുന്നത്. പിന്നെ എൻ്റെ സ്ഥിര അതിഥിയായ തുമ്മലും കൂടെ വന്നിരിക്കുന്നു. ഈ സീസണിൽ ഇത് പതിവാണ്. അങ്ങനെ എൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റിന്റെ കവാടത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു. ഇനിയാണ് ശബരിമല തോറ്റുപോകുന്ന കുറച്ച് സ്റ്റെപ്പുകൾ കയറാനുള്ളത്. അല്ലേ പിന്നെ വയനാട് ചുരങ്ങൾ പോലെയുള്ള 2 ചുരം കയറാം. അതുകൊണ്ട് ഞാൻ ഈ സ്റ്റെപ്പുകളാണ് തിരഞ്ഞെടുത്തത്. ഇവിടെ കയറി കഴിഞ്ഞാൽ ഒരു ആശ്വാസമുണ്ട്. ഇങ്ങനെ കുറച്ച് കാഴ്ചകളാണ്. നല്ല തണുപ്പിന് ചിലപ്പോൾ നല്ല മഞ്ഞ് പോലെ ഉണ്ടാവും. അല്ലേ പിന്നെ വയനാട് ചുരം നടന്നു കയറണം. അത് എന്നെ കൊണ്ട് പറ്റൂല. പിന്നെ ഒരു ഓട്ടോന് കാലത്ത് നിന്ന് 3/4 മണിക്കൂറൊക്കെയാണ്. ആ സമയം കൊണ്ട് എനിക്ക് അവിടെ എത്താം. ഭാഗ്യം കൊണ്ട് കാലിനൊരു കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ നടന്നു കയറി. ഡെസ്റ്റിനേഷൻ പോയിന്റ് ഏതാന്ന് പറഞ്ഞില്ലല്ലോ. AKGന്റെ പാരാമെഡിക്കൽ കോളേജ് ആയത്. ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ. രാവിലെ നല്ല മഞ്ഞൊക്കെ മൂടിയിട്ട് ഇവിടുത്തെ തെറാപ്പി സെന്ററിലേക്കാണ് ഞാൻ വന്നത്. കുറച്ചൊക്കെ ഞാൻ ബാക്ക് ടു നോർമൽ ആയത് ഇവിടെ വന്നതിന് ശേഷം. ഇവിടെ എത്തിയതിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അത് ഞാൻ പിന്നെ പറയേ.